എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രീദേവി ബാലിനോട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. മിത്ര ട്യൂഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. അതും വീട്ടിൽ പോയി ട്യൂഷൻ എടുക്കാനാന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് സഹിച്ചില്ല. അവളോട് മര്യാദയ്ക്ക് പറഞ്ഞ ട്യൂഷനൊന്നും വേണ്ട എന്നൊക്കെ. പക്ഷേങ്കിൽ അതൊന്നും കേൾക്കാതെ തന്റെ വാക്ക് ധിക്കരിച്ച് അവൾ വീണ്ടും ട്യൂഷൻ എടുക്കാനായിട്ട് പോവാ. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് സഹിച്ചില്ല. ബാലിന് എന്ത് ചെയ്യണം, കടയിലേക്ക് പോയ ബാലൻ തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. അങ്ങനെ ബാലൻ വന്ന് ഗോമതി എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും ഗോമതി ഇറങ്ങി വന്നു. ഗോമതി ഓർത്ത് എന്താ ബാലൻ എന്തോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തിരികെ വന്നായിരിക്കുന്നത്. പിന്നീട് ബാലനോട് ചെന്ത് പറ്റി ബാലേട്ടാ, ബാലൻ പോയിട്ട് പെട്ടെന്ന് എന്താ തിരിച്ചു വന്നേ, എന്തേലും എടുക്കാൻ മറന്നുപോയെന്നൊക്കെ ചോദിക്കണം. മറന്നുപോയതൊന്നും അല്ല, ഇവിടെയുള്ളവരൊക്കെ എന്തേന്ന് ചോദിക്കുക. ഇവിടെയുള്ളവരൊക്കെ ഇവിടെ തന്നെയുണ്ട്, പിന്നെ എവിടെ പോരാൻ നിൽക്കും, എല്ലാരെയും കൂടെ വിളിക്കാൻ പറയണം. എന്താ ബാലേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാൽ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആര്യനും ആകാശും മീനാക്ഷിയും ഇത്ര അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. പെട്ടെന്ന് ഗോമതിയുടെ നേർക്ക് നോക്കിയിട്ട് ബാലൻ ചോദിച്ചു, അല്ല ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഞാനാണോ അതോ നീയാണോ എന്ന് ചോദിക്കുകയാണ്. എന്താ ബാലേട്ട ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് കാരണം എന്താ, അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. ഈ സമയം ധർമ്മം പറഞ്ഞു, ദേ അളിയ, ഇന്നലെ പൊറോട്ട വാങ്ങിച്ച് കഴിച്ചു, അത് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതിന് ക്ഷമിക്കുക, അതിന് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, അതിന്നലെ രാത്രി കഴിഞ്ഞ കാര്യമല്ലേന്ന് ചോദിക്കുക. കോമതി പറഞ്ഞു, അതിനിപ്പോ എന്താ ബാലേട്ടാ, ഒരു പൊറോട്ട വാങ്ങിച്ച് കഴിച്ചെന്നോർത്ത് അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ നിൽക്കുക. ഇവിടെ പൊറോട്ടയുടെ കാര്യം അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇവിടെ ബാലനുണ്ട്. ബാലിന് ഇവിടെ മണ്ണിനടിയിലേക്ക് പോയിട്ടൊന്നുമില്ല, അറിയാലോ. ബാലൻ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ ദേവമംഗലത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഞാനാണ്. എന്നോട് ചോദിക്കാതെ തോന്നിയാസം ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് നീയൊക്കെ വിചാരിച്ചു എന്ന് ചോദിക്കാം. കോമതി പറഞ്ഞു, ബാലേട്ടൻ അവിടെ ഇവിടെ ഇങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നേ, എന്താണെങ്കിലും തെളിച്ചു പറ, എങ്കിലല്ലേ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറയാം. ഓ, അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ, നീയും കൂടെ കൂടി ചേർന്നിട്ടാണോ ഈ പണി ചെയ്തതെന്നാ ഞാൻ വിചാരിക്കണമെന്ന് പറയണം. ഞാൻ കൂടി ചേർന്നിട്ടോ, ഞാൻ ബാലേട്ടനെതിരെ എന്തെങ്കിലും ചെയ്യുന്നു ബാലേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. മുമ്പില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ എന്ന് ചോദിക്കണം. സത്യം പറ, നീയാണോ മിത്രയോട് ട്യൂഷൻ എടുക്കാൻ പോയിക്കോളാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഒരു നിമിഷം ഗോമതി മിത്ര മീനാക്ഷിയൊക്കെ ഞെട്ടിപ്പോയി. ട്യൂഷൻ എടുക്കുന്ന കാര്യം എന്താ നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുവാണ്. ഇവള് വീണ്ടും ട്യൂഷൻ എടുക്കാൻ പോകുന്ന എന്നെ വെല്ലുവിളിച്ചിട്ട്, ഒരു തവണ ഞാൻ പറഞ്ഞ മിത്രയോട് ട്യൂഷൻ എടുക്കണ്ട, അന്നങ്ങ് നിർത്തിക്കോളെ, എന്നിട്ടോ അവളിത് കേട്ടോ, അപ്പൊ എന്റെ വാക്ക് ധിക്കരിച്ച ഇവളെന്തോ വലിയ ആളാന്ന് മട്ടില് അങ്ങനെയുള്ളൊരു തീരുമാനമല്ല നീ ഇപ്പൊ എടുത്തേന്ന് ചോദിക്കാം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അങ്കളെ അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, അങ്ങളോട് പറയണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു, ഇന്ന് പറയാന്ന് കരുതി ഇരിക്കുക, ട്യൂഷൻ എടുക്കാൻ പോകാനൊന്നും തുടങ്ങിയില്ല, പോയി അന്വേഷിച്ചൊക്കെ ഉള്ളെന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അത് ബാലേട്ട എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലേട്ടനോട് ഒന്ന് ചോദിക്കണമെന്ന്, അത് ഞാൻ ബാലേട്ടനോട് ചോദിക്കായിട്ടിരിക്കുമായിരുന്നു, അതിന് ബാലേട്ടൻ എത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ നിൽക്കും. ബാലൻ പറഞ്ഞു, ഗോമതി നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ല, നീയാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, അറിയാലോ. ഞാനൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാടി അതിന്റെ പുറകെ നടക്കണേ എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ ബാലേട്ട ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല, ബാലേട്ടൻ സാവകാശത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാലോ എന്ന് കരുതി. എന്ത് മനസ്സിലാക്കാനായിട്ട്, ഒരു തവണ ഞാനൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വല്ലെന്ന് നീ ഇത്രയും കാലമായിട്ട് പഠിച്ചില്ലേ, എത്ര കാലം നീ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഗോമതി എന്ന് പറയണം. ആ സമയം ധർമ്മം പറഞ്ഞു, എൻ്റെ അളിയ ഒരു ട്യൂഷൻ എടുക്കുന്നതിനാണോ ഇത്ര വലിയ പിന്നെ ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ, ഇത്ര കൊട്ടി ഘോഷിക്കേണ്ട കാര്യം വല്ലതുണ്ടോ, ഒരു നല്ല കാര്യമല്ലേ ചെയ്യുന്നേ, അതിനിപ്പോ ഇത്രമാത്രം ദേഷ്യപ്പെട്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അതിപ്പോ ട്യൂഷൻ എടുക്കേണ്ട കാര്യം എന്താ, അവളെന്താ വീട്ടിൽ പട്ടിണിയാണോ, അവൾക്ക് കഴിക്കാനില്ലേ, ഉടുക്കാൻ വസ്ത്രമില്ലേ, പിന്നെ അവൾ എന്തിനാ ഇപ്പൊ ട്യൂഷൻ എടുക്കാൻ പോണേന്ന് ചോദിക്കുക. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, അത് പിന്നെ അങ്കളെ ഞാൻ ധർമ്മം പറഞ്ഞു, അത് പിന്നെ ആരിനെ സഹായിക്കാന്ന് കരുതിയായിരിക്കും, ആരും തന്നെയല്ലേ ജോലിക്ക് വന്നേ. ഓഹോ, ആരിനെ സഹായിക്കാനാ, നല്ല കഥയായിപ്പോയി, അവനെ സഹായിക്കാന്. എടാ നിനക്ക് നാണമില്ലടാ ആര്യ, 101 പവന്റെ സ്വർണം കൊണ്ടേ അവൻ തിന്നു മുടിപ്പിച്ച് വിറ്റ് തൊലച്ചിട്ട് വന്നിട്ട് ഇനി അവന്റെ പെണ്ണുപിള്ളേനെ വിട്ടിട്ട് അവന് ട്യൂഷൻ എടുത്ത് പൈസ ഉണ്ടാക്കാൻ നടക്കണം. എടാ ഇതൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന പണിയാണെന്ന് ചോദിക്കണം. ആനയുടെ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥ നിൽക്കുകയാണ്. മിത്രയും ഗോമതിയൊക്കെ നിന്നുരുവാണ്, കാരണം സത്യാവസ്ഥ അവർക്കല്ലേ അറിയത്തുള്ളൂ. പിന്നീട് ആര്യം പറഞ്ഞു, അതെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയണേ. ഇല്ലാത്ത കാര്യമോ, കൊള്ളതല്ലടാ ഞാൻ പറഞ്ഞേ, അത് പറഞ്ഞപ്പോ നിനക്കതാ പൊള്ളിയോന്ന് ചോദിക്കുകയാണ്. ഭാര്യനെ വിട്ട് ട്യൂഷൻ എടുപ്പിച്ച അവന് ആളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എടാ ഇതിനേക്കാളും നീ ഒരു കാര്യം ചെയ്യുക, വേറെന്തേലും ഒരു പണിക്കൂടെ പോ, അതാകുമ്പോ ഇത്രയോടെ നല്ല കാര്യമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറയണം. മിത്ര പറഞ്ഞു, വെറുതെ പറയണ്ട അങ്കളെ, എന്നെ തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണ, ട്യൂഷൻ എടുക്കാന്നുള്ള എന്റെ തീരുമാനം എന്ന് പറയാം, വേണ്ട വേണ്ട നീ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അതെ അച്ഛൻ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയണേ, നല്ലൊരു കാര്യമല്ലേ മിത്ര ചെയ്യാൻ പോയെന്ന് ചോദിക്കാം. എല്ലാത്തിനും കാരണം നീ ഒറ്റയൊരുത്തിയാന്ന് പറയണം. അല്ല ഇവള്
നിന്റെ അടുത്ത പ്രായം കാര്യങ്ങളൊന്നുമില്ല. നിനക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടായിരുന്നോ? ഇവളെ ട്യൂഷൻ എന്നും പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് വിലക്കേണ്ട ആള് നീയല്ലേ? അതിന് നീ എന്താ ചെയ്തേ? ഇവൾക്ക് സപ്പോർട്ട് ചെയ്തു, ഇവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നീയല്ലേ? എന്ന് നീ ഇങ്ങോട്ട് കയറി വന്നോ അന്ന് മുതലാണ് ഈ കുടുംബത്തിന് സ്വസ്ഥത നശിച്ചേ. നീ വന്ന് കയറിയതിനു ശേഷമാണ് ഗോമതി പോലും എനിക്കെതിരെ തിരിഞ്ഞൊന്ന് സംസാരിക്കാണ്ട് തുടങ്ങിയത്. അതുവരെ ഞാൻ പറയുന്ന വാക്കിനപ്പുറം ആരും പോയിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും തോന്നിവാസമാണ്. എല്ലാം നീ ഒറ്റയൊരുത്ത് കാരണമാ. നീ വലതുകാലം വെച്ച് കയറിയതിന് ശേഷം സംഭവിച്ചാന്ന് പറയാണ്. ഒരു നിമിഷം മീനാക്ഷി ഞെട്ടിപ്പോയി. മീനാക്ഷി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. മീനാക്ഷിയുടെ കണ്ണ് നണ്ട് നിറഞ്ഞു വന്നു. മീനാക്ഷി പെട്ടെന്ന് ചോദിച്ചു, ഞാനാണ് എല്ലാത്തിനും കാരണം അച്ഛാന്ന് ചോദിക്കോ? അതെ, നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം എന്ന് പറയണം. മീനാക്ഷി ഒന്നും മിണ്ടാതെ കരഞ്ഞോണ്ട് അകത്തേക്ക് ഓടിപ്പോവാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, എന്തിനാ മീനാക്ഷിയത്തിന് ചീത്ത പറഞ്ഞേ? ചീത്ത പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാനാ മീനാക്ഷി ചേച്ചിയോട് പറഞ്ഞ ട്യൂഷന്റെ കാര്യമൊക്കെ. അതുകൊണ്ട് മീനാക്ഷി ചേച്ചി അന്വേഷിച്ച പോലും. പാവം, അതിന് ഭയങ്കര വിഷമമായിട്ടുണ്ട് അങ്കളെ. എന്തിനാ എന്നെ വേണേ ചീത്ത പറഞ്ഞു, പക്ഷെ ഇതിന്റെ പേരിൽ മീനാക്ഷി ചേച്ചിന് ചീത്ത പറയേണ്ട കാര്യമില്ലായിരുന്നു പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവസാനം ഗോമതിക്ക് നല്ല സങ്കടമായി. ഗോമതി ബാലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്ന അല്ല ബാലേട്ടാ, ബാലേട്ടൻ ഈ ചെയ്ത് ഇച്ചിരി മോശമായിട്ടുള്ള പരിപാടിയായി പോയതെന്ന് പറഞ്ഞ് ഗോമതി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് മീനാക്ഷി മുറി വന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ആകാശം കൂടെ വന്നു. ആകാശം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് സങ്കടം ഒന്നുകൂടെ ഇരട്ടിച്ചു. മീനാക്ഷി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. സാരമില്ല പോട്ടെ, അച്ഛനല്ലേ വഴക്ക് പറഞ്ഞേ. അച്ഛൻ വഴക്ക് പറഞ്ഞ് നീ അത് അത് സഹിച്ചോളാം. അച്ഛൻ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നീ ക്ഷമിക്കില്ലേ എന്നൊക്കെ ചോദിക്കണം. എന്നാലും എങ്ങനെ പറയാൻ തോന്നി? ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ കുടുംബത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കരുതി എന്താണെന്നറിയോ, ഞാൻ ഇവിടുത്തെ മോളാന്നാ. ഞാൻ മരുമോളായിട്ടല്ല ഇന്ന് വരെ നിന്നിരിക്കുന്നത്. ഞാൻ സ്വന്തം മോളെ പോലെ ഇവിടെ എല്ലാവരോടും പെരുമാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, എത്രയാന്ന് പറഞ്ഞാലും വന്ന് കയറുന്ന വീട് തന്നെയാന്ന്. അല്ലെങ്കിൽ ഇനിയിപ്പം അച്ഛൻ അങ്ങനെയൊന്നും പറയത്തില്ലോ. സ്വന്തം മോളാണെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു, പോട്ടെ മീനു, നീ സങ്കടപ്പെടാതിരിക്കുക. പിന്നെ എങ്ങനെ സങ്കടം വരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിത്രയ്ക്ക് വേണ്ടി നല്ല കാര്യമാണ് ഞാൻ ചെയ്തേ. മിത്രയുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ആരനാണെ ബൈക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം മിത്രയ്ക്കാണെങ്കിൽ ആരനെ എങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മിത്രയെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേ. അത് ഇത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാം. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും നിന്നോടൊപ്പം ഞാനില്ലേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയണം. ഒടുവിൽ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് മീനാക്ഷിനെ. ഈ സമയത്ത് ഗോമതി മുറിയിലേക്ക് ഇരുമ്പത്തിന് ബാലൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്നാലും ബാലേട്ടൻ കാണിച്ച പരിപാടി ഉണ്ടല്ലോ. ഇതേട്ടൻ ബാലൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ഗോമതി പറയടേ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോന്ന് ചോദിക്കാം. ബാലേട്ടനോട് ചോദിക്കാൻ ഇരിക്കുമായിരുന്നു. അതിനു മുമ്പ് ബാലേട്ടന് വന്നു കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതിനുള്ള സമയം സന്ദർഭം ഒന്നും ബാലേട്ടൻ തന്നോ? ഇന്നലെ രാത്രിയിൽ ഇത് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓരോ പ്രശ്നം പറഞ്ഞ ബാലേട്ടൻ ദേഷ്യമായി. അതുകൊണ്ടാണ് പിന്നെ ഇതിനെക്കുറിച്ച് അപ്പം സംസാരിക്കായിരുന്നേ. പിന്നെ ഇന്ന് രാവിലെ പറയാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ബാലേട്ടൻ പറഞ്ഞുണ്ടല്ലോ, ഇച്ചിരി മോശമായിപ്പോയി. മീനാക്ഷിയോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? മീനാക്ഷി പാവല്ലേ, അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചേ? അതെന്താ ബാലേട്ടൻ മനസ്സിലാക്കായിരുന്നേ? പക്ഷെങ്കിൽ ബാലേട്ടൻ വായിൽ നിന്ന് വീണുപോയ വാക്കുകളുണ്ടല്ലോ, അത് അവർക്ക് എത്രമാത്രം വിഷമമായെന്നറിയാവോ? മീനാക്ഷിയും ഇത്രയും ഇവിടുത്തെ മരുമക്കളല്ല, മക്കളായിട്ട് തന്നെ ഞാൻ അവരെ കണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സ് വേദനിച്ചാൽ എനിക്കും വേദനിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരുടെ മനസ്സ് വേദനിച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ ഈ ഗോമതി ആരെന്ന് ബാലേട്ടൻ അറിയൂന്ന് പറയാം. എല്ലാം സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ്. ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് മിത്ര മുറി വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആര്യൻ അങ്ങോട്ട് വന്നു. ആര്യം വന്നിട്ട് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയണം. എന്നാലും ഞാൻ ആര്യനെ സഹായിക്കാൻ വേണ്ടല്ലേ. സാരമില്ല, അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ മിത്രേ. ഇനി ഒരു കാര്യം ചെയ്യാം, നിനക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പോകാം, എങ്ങോട്ടെങ്കിലും പോവാം, നിനക്ക് സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും പോകാമെന്ന് പറയണം. ഇത് കേട്ട മിത്രഞ്ഞ് വേണ്ട, അല്ല ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം, ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അല്ല എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടും കേട്ടില്ലെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നേ. എന്ത് കാണിച്ചാലും അപ്പം തന്നെ കുറ്റപ്പെടുത്തലും വേദനകളും മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം നിനക്ക് സഹിക്കാൻ പറ്റില്ല, നീ പറഞ്ഞേരെ, നമുക്ക് പഴയ പോലെ തന്നെ വീണ്ടും വാടകയ്ക്ക് തന്നെ മാറാം, അല്ലെങ്കിൽ എന്തേലും ചെയ്യാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മിത്രന് സാരമില്ല, എനിക്ക് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയണം. മിത്രയ്ക്ക് നല്ല വിഷമമുണ്ട്, കാരണം പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്നൊരു ടെൻഷനുണ്ട്. കാരണം ഒറ്റയ്ക്ക് പോയി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് മിത്രനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്ര ആൾക്കാരുമായിട്ട് ഇവിടെ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം മാറി താമസിക്കുമ്പോൾ പിന്നെ അത് മാത്രമല്ല ആരിനും ഒറ്റപ്പെട്ടു പോകും. അതൊരു കാരണവശാലും പാടില്ല. ആരിനെ വീട്ടിൽ നിന്ന് പിരിച്ചെടുത്തോണ്ട് പോകാൻ പാടില്ല. അത് മിത്രയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് മിത്ര അതിനെ വിലക്കുന്നത് തന്നെ. പിന്നീട് ആര്യം പറഞ്ഞു, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ, ഞാൻ നിന്നെയും കൂട്ടി ഇറങ്ങത്തുള്ളൂ മിത്ര, നീ എൻ്റെ ഭാര്യയാണ്, ഒരു പരിധി കഴിഞ്ഞ് നിന്നെ വഴക്ക് പറയുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും എനിക്കും പറ്റില്ല എന്നൊക്കെ പറയണം.
പിന്നീട് ആര്യൻ അങ്ങോട്ട് എണീറ്റ് പോവുകയാണ്. അതിനുശേഷം മീനാക്ഷിയും ഇത്രയും കൂടെ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേനും ഗോമതി ആകപ്പാടെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഗോമതി കണ്ടപ്പത്തേനും ചോദിച്ചു, ഇപ്പൊ സന്തോഷമായില്ലേ? ഞാൻ നിന്നോടൊക്കെ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. ബാലേട്ടന്റെ സ്വഭാവം നിങ്ങളെക്കാളും മുമ്പ് എനിക്ക് അറിയാവുന്ന. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ വിലക്കിയത്. അപ്പൊ നിങ്ങൾ ഒരു കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കണ്ടില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, സോറി അപ്പച്ചി, ഇങ്ങനെയൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയണേ. മീനാക്ഷി പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ മോളെ, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ പ്രശ്നത്തിലെല്ലാം കാരണമെങ്കിൽ ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. ഇനി ഞാനിവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ലെന്ന് മീനാക്ഷി പറയാം. ഇത് കേട്ടതും ഗോമതി ഒന്ന് ഞെട്ടുവാണ്. ഗോമതിക്ക് സഹിക്കാൻ പറ്റില്ല മീനാക്ഷി പറഞ്ഞ കാര്യങ്ങൾ. മീനു ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നതെന്ന് ഗോമതിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. മീനു ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യം ആയിരിക്കില്ല ഗോമതിക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.